ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഉൽപ്പത്തി പുസ്തകം അധ്യായം 1, 25, 26, 27 തിരുവചനങ്ങൾ. ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നോമ്പുകാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ കാലഘട്ടം, ഇനിയുള്ള ദിവസങ്ങൾ സ്വസ്ഥമായിരുന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ, ദിവ്യ സക്രാരിക്ക് മുൻപിൽ, ദിവ്യ കാരുണ്യത്തിൻ്റെ മുൻപിൽ ദൈവവചനം പിടിച്ച് സ്വസ്ഥമായിരുന്ന് എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം ഛായ, എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ സാദൃശ്യം, എങ്ങനെയാണ് ദൈവം ആ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചത്, ഇന്നത്തെ എൻ്റെ ഛായയും എൻ്റെ സാദൃശ്യവും എന്താണ്, നമുക്ക് ധ്യാന വിഷയമാക്കാം. ഓരോ ദിവസവും ഈ ഒരു ധ്യാന വിഷയം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. നോമ്പുകാലം, പുണ്യങ്ങൾ പൂക്കുന്ന കാലം, തിന്മകളുടെ വർജനവും പുണ്യങ്ങളുടെ അഭ്യസനവും മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം, ദൈവം എന്നെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണെങ്കിൽ ഇന്നത്തെ എൻ്റെ അവസ്ഥയും എൻ്റെ ഛായയും എൻ്റെ സാദൃശ്യവും എങ്ങനെയാണ്, എവിടം വരെയാണ്, എന്താണ് എന്നുള്ള ഒരു ധ്യാന വിഷയം. ദൈവത്തിൻ്റെ ഛായ എന്താണ്, ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണ്, ആ തനി ഛായയിലും ആ തനി സാദൃശ്യത്തിലുമല്ലേ എന്നെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1, 25, 26, 27 വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നോമ്പുകാലം, ഇനിയുള്ള ദിവസങ്ങൾ അതിതീക്ഷ്ണതയോടെ നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കരുണ മാത്രമാണ് നമ്മുടെ ആശ്രയം. മറ്റൊന്നും ശാശ്വതമല്ല, നിലനിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുക, ലോകം മുഴുവനും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറയട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ മാത്രം, ദൈവത്തിൻ്റെ കരുണ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.